ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ച് രവി സച്ചിയെക്കുറിച്ചും രേവതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം രവി പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇവരെ ചൂണ്ടിക്കാണിക്കും. അത്രയ്ക്ക് നല്ല ജോഡികളാണ് ഇവർ. എൻ്റെ മക്കളായതുകൊണ്ട് പറയല്ല, ഇവർ ഇത്രയും സ്നേഹത്തിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ എന്നൊക്കെ പറയും. അന്നേരത്തേന് മുത്തശ്ശി പറയും, ഇനിയിപ്പോൾ ചന്ദ്ര പറയട്ടെ എന്ന് പറയും. ചന്ദ്ര പറയും, ഞാൻ എന്ത് പറയാനെന്ന് പറയും. ഉടനെ സച്ചി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ പറയുമെന്ന് വേണമെങ്കിൽ ഞാനും രേവതിയും കൂടെ പറയാം, അതുകൊണ്ട് അമ്മയെ കൊണ്ടൊന്നും പറയിപ്പിക്കണമെന്ന്. അതൊന്നും പറ്റത്തില്ല, നിൻ്റെ മരുമോളെക്കുറിച്ചും മകനെക്കുറിച്ചും നീ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇവരെക്കുറിച്ചൊക്കെ എന്നാ പറയാനാ? പിന്നെ പറയുകയാണെങ്കിൽ കുപ്പിക്ക് ചേർന്ന പാകത്തിനുള്ള അടപ്പെന്ന് പറയില്ലേ, അതുപോലെ ഇവർ രണ്ടുപേരും. ഇവന് പറ്റിയ ഭാര്യയാണ് ഇവളാണ് ഇവൻ്റെ ചാവി കൈവച്ചിരിക്കുന്നത്. കാരണം ഇവനെ ചാവി കൊടുത്ത് പറഞ്ഞു വിടുന്നത് ഇവളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയും സച്ചിയും അങ്ങ് കുറ്റം പറിച്ച് തുടങ്ങുകയാണ്. ചന്ദ്രമതി ഉടനെ അച്ചമ്മ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയാണ് ഇവർ സ്കൂൾ കുട്ടികളെ പോലെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അടിയും ബഹളവും കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് കാന്തം പോലെ അടുത്തിരിക്കുന്ന കാണാമെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മ അവസാനം പറഞ്ഞത് ശരിയാ കേട്ടോ, ഇവർ കാന്തം പോലെ അടുത്തിരിക്കുമെന്ന്. അത് നല്ലതാണെന്ന് പറയും. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അത് ശരിയാന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതി പറയും, എന്നാൽ പിന്നെ ഞാനതങ്ങ് തിരുത്തി പറയാമെന്ന്. തിരുത്തിയൊന്നും പറയണ്ട എന്ന് പറയും. ഇനിയിപ്പം നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ സച്ചിയോട് പറയുകയാണ്, രേവതിയെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയേട്ടാന്ന് ശ്രീകാന്തമാണ് പറയുന്നത്. അപ്പം രേവതിയെക്കുറിച്ച് ഉടനെ സച്ചി അങ്ങ് പറയാൻ തുടങ്ങുകയാണ്. രേവതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ ഒന്നുമല്ലാതിരുന്ന കാലത്താണ്. ഒരു വിവാഹമോ പ്രണയമോ ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്ന കാലത്താണ് ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാടൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലും പ്രണയം ഉണ്ടായി. ഞാൻ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നെ ഇവൾ മാറ്റിയെടുത്തെന്ന് പറയുന്നത് ശരിയല്ല. ഇവൾക്ക് വേണ്ടി ഞാൻ മാറുകയായിരുന്നു. കാരണം ഇവൾ മാത്രമേ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ. എല്ലാവരും പറയാറുണ്ട് ഞാൻ മുഷടനാണ്, തെറ്റുകാരനാണെന്നൊക്കെ. പക്ഷേ എൻ്റെ രേവതി എന്നെ ആ കണ്ണോടുകൂടിയല്ല കണ്ടത്. അവളൊരു വേറൊരു കണ്ണോടുകൂടിയാണ് എന്നെ കാണുന്നത്. അത് കാരണം എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കുകയെങ്കിലും ചെയ്യുമെങ്കിലും ഇവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇവൾ വാക്കുകൾ കൊണ്ടാണ് എന്നെ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മ പറഞ്ഞതുപോലെ ഇവൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തലയാട്ടി കൊടുക്കാറുണ്ട്. ബൊമ്മയെപ്പോലെ ഞാൻ തലയാട്ടും. കാരണം ഇവൾ നല്ല കാര്യങ്ങളെ എന്നോട് പറഞ്ഞു തരാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രേവതിയെ പൊക്കി പറയുന്നതൊന്നും ചന്ദ്രമതിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ അത് കേട്ട് സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ്. ഉടനെ എല്ലാവരും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ രേവതി പറയട്ടെ സച്ചിയേട്ടനെ കുറിച്ചെന്ന്. ഞാൻ എന്താ പറയണ്ടേ, സച്ചിയേട്ടൻ ഒരുപാട് സ്നേഹമുള്ളവനാണ്. എല്ലാവരും ഒന്നും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല. മുഷടനാണ്, കുടിയനാണ് എന്നൊക്കെ പറയുമെങ്കിലും മനസ്സ് നിറച്ച് സ്നേഹമാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുന്ന പരുവത്തിൽ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ സച്ചിയേട്ടൻ. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ ചില പൊരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊന്നുമില്ല. എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ് തന്നെയാണ് അദ്ദേഹം. എൻ്റെ അമ്മയും അച്ഛനും എല്ലാം കൂടെ നല്ലൊരു കൈകളിലാണ് ഏൽപ്പിച്ചത്. എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. അദ്ദേഹം എന്നെ നന്നായിട്ട് നോക്കുകയും നന്നായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കാൻ അറിയാവുന്ന സച്ചിയേട്ടൻ ഇങ്ങനെ ആയതിന് പിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമാത്രം ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു തെമ്മാടിയായും വഴക്കാളിയായിട്ടും മാറി ജീവിക്കേണ്ടി വന്നതിന് പിറകിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ഉടനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാ കാര്യമെന്ന്. ശ്രുതിക്ക് അത് കേൾക്കുമ്പോഴത്തേന് ഒരു വിരളിച്ചയൊക്കെ വരുന്നുണ്ട്. ശ്രുതി കാരണമാണല്ലോ ഈ സച്ചി ഇങ്ങനെ ആയെന്നുള്ളൊരിതുണ്ട്. ശ്രുതിക്കും അറിയാം, അച്ചമ്മയ്ക്കും അച്ഛനും അറിയാം. ഇവരെല്ലാവരും കൂടെ അതിനി എങ്ങാനും പറയുമോ, ആരെല്ലാം പറഞ്ഞ് ഇവിടെ അത് കുളവാകുമോ എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ഇരുന്ന് വിരൽ കാണാൻ എല്ലാവരും ഇരുന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇദ്ദേഹം അത് മാത്രം എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കിടയിലുള്ള ആകെയുള്ള ഒരു രഹസ്യം അതാണ്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, സച്ചേട്ടാ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമല്ലേ, അപ്പോഴത്തേന് അത് എന്നോട് പറഞ്ഞുകൂടെ, ഇന്നെങ്കിലും എന്നോട് അത് പറയണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോഴത്തേന് സച്ചിക്ക് അങ്ങ് സങ്കടവും വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. ശ്രുതിയാണെങ്കിൽ ഇതെങ്ങാനും സച്ചി പറയുമോ എന്നുള്ള പേടിയോടെ ഇവർക്കിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉടനെ സച്ചി എഴുന്നേറ്റ് വന്നിട്ട് പറയും, എന്താ രേവതി ഇങ്ങനെയൊക്കെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട കേട്ടോ. പക്ഷേ നീ കാരണമായി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഗെയിം വന്നത്. ഇനി രേവതി എന്തായാലും
ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അമ്മ പറഞ്ഞ് രേവതിയെക്കുറിച്ചെന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മയെ നോക്കുകയാണ്. ഞാൻ എന്ത് പറയാനാ മോനെ എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ദേവു പറയും, അമ്മ എന്തെങ്കിലും പറയമ്മയെന്ന്. എന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ശരത്ത് അങ്ങോട്ട് ഓട്ടോയെ വന്നിറങ്ങുന്നത്. ശ്രീകാന്ത് വാതിക്കെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് ശരത്ത് വന്ന് ഇറങ്ങുന്നത്. ശരത്ത് നീ താമസിച്ച് പോയേ, ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നല്ലോ, കയറി വാടാ എന്നൊക്കെ പറഞ്ഞ ഉടനെ വിളിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. ശരത്തിനെ കണ്ടു കഴിയുമ്പോഴത്തേന് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. രേവതിയും അങ്ങ് വണ്ടറടിച്ച് നിൽക്കുന്നുണ്ട്. ശരത്ത് ഉടനെ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, നീ വന്നോ, നിനക്ക് ക്ലാസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞെന്ന് പറയും. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ജോലിക്കും പോകുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയും. ഞാൻ എൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് എൻ്റെ അളിയനും ചേച്ചിക്ക് ഓരോ സമ്മാനവും കൊണ്ട് വന്നതാ. ഇതാ ചേച്ചി സച്ചേട്ടാ എന്നാൽ ഇത് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഈ ഷർട്ടും സാരിയൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നോക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണല്ലോ. അപ്പോൾ സച്ചി ഇങ്ങനെ ഈ ശരത്തിനായിട്ട് നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ഇവരെല്ലാം കൂടി നോക്കിയിരിക്കല്ലേ, ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിപ്പം ആകെ ഒരു ബഹളമൊക്കെ ആകുമല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് സച്ചി പറയും, നീ ഇങ്ങ് തന്നേ നിൻ്റെ ഷർട്ട് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഷർട്ട് എടുത്തൊക്കെ നോക്കുന്നുണ്ട്. രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിക്ക് ഒരു സാരിയൊക്കെ എടുത്തങ്ങ് കൊടുക്കും. എന്നിട്ട് ഉടനെ സച്ചി ഇട്ടിരുന്ന ഷർട്ട് ഊരിയിട്ട് ശരത്ത് കൊണ്ടുവന്ന ഷർട്ട് അങ്ങാണിയാണ്. എന്നിട്ട് പറയും, എന്തായാലും നിനക്ക് എൻ്റെ കളറൊക്കെ നോക്കി എടുക്കാൻ അറിയാം അല്ലേടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊക്കെ പറഞ്ഞ ഉടനെ ആ ഷർട്ട് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അച്ഛാ, ചേരുവോന്ന്. രേവതിയോടും ചോദിക്കും, രേവതി എങ്ങനെയുണ്ട്, നല്ലതാണെന്നൊക്കെ പറയും. രേവതിക്ക് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. ശരത്താണെങ്കിൽ ഒരു ബഹളം പ്രതീക്ഷിച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ സച്ചി അതങ്ങ് കൂളാക്കി അങ്ങ് എടുക്കുകയാണ്. എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര സ്നേഹമാണ് അളിയനോടെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മയാണ് സന്തോഷിച്ചിരിക്കുകയാണ്. രേവതിയുടെ അനിയത്തിക്കാണ് പേടിയുമാണ് കാര്യം. ഉടനെ സച്ചി, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോടാ, നീ എൻ്റെ അളവിനുള്ളത് എടുത്തുകൊണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞ് ശരത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പറയും, നീ വന്നല്ലോ, എന്തായാലും നിൻ്റെ സമ്മാനവും എനിക്കൊരു ഇഷ്ടപ്പെട്ടു. നീ കേക്ക് തിന്നില്ലല്ലോ. രേവതി കേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് രേവതിയെ കൊണ്ട് കേക്ക് കൊണ്ടുപോയിപ്പിച്ചിട്ട് അത് ശരത്തിനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. രേവതിക്കാണ് പക്ഷേ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം സുധി വരുന്നത് ഇങ്ങനെ ബാക്കി കേക്ക് ഉടനെ കഴിച്ച് തീർക്കുകയാണ്. നീ എന്തായാലും കേക്ക് കഴിക്കുക, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ. രേവതി ഇവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇവൻ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കഴിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.